ഹോട്ടലുകളുടെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കുവാൻ ഗ്യാസ് വിതരണത്തിൽ മുൻഗണന നൽകണമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നിലമ്പൂർ യൂണിറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിലമ്പൂരിലും ഹോട്ടലുകൾ പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും സർക്കാർ തലത്തിൽ അടിയന്തര നടപടികൾ വേണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്നതും അനേകം കുടുംബങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നതുമായ ഹോട്ടൽ മേഖലയെ സംരക്ഷിച്ച് നിർത്തേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ്, കടമയാണ്. നമുക്കറിയാം, നമ്മുടെ മലപ്പുറം ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹോട്ടലുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ LPG സിലിണ്ടർ ലഭിക്കുന്നില്ലാത്ത കാരണത്താൽ, അല്ലെങ്കിൽ ഇന്ന് സർക്കാരുകൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഹോട്ടലുകൾക്ക് സിലിണ്ടർ കൊടുക്കേണ്ട എന്നുള്ളതാണ്. ആ നയം തിരുത്തണമെന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത്. നമുക്ക് നിലമ്പൂർ ടൗൺ അടക്കം വരുന്ന ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് രാവിലെ ടൗണിലേക്ക് എത്തിയാൽ അവർക്ക് പ്രാഥമിക കർമ്മങ്ങൾ എല്ലാം നടത്തേണ്ടത് ഈ ഹോട്ടലാണ്. നിലമ്പൂരിൽ തിരുവനന്തപുരത്തു നിന്നും രാജറാണി ട്രെയിൻ വെളുപ്പിന് നിലമ്പൂർ വന്നാൽ ഇവിടെ നിന്നും ഗൂഡല്ലൂരിലേക്കും അതേപോലെ തന്നെ ബത്തേരിയിലേക്കും മഞ്ചേരിയിലേക്കും ഒക്കെ പോകേണ്ട അനേകം യാത്രക്കാർ നിലമ്പൂരിലുള്ള ഹോട്ടലുകളെയാണ് പ്രാഥമിക കർമ്മങ്ങൾ നടത്താൻ വേണ്ടി അവർ കണ്ടെത്തുന്നത്. അപ്പോൾ നിലമ്പൂരിലുള്ള അല്ലെങ്കിൽ ഹോട്ടലുകൾക്ക് ഗ്യാസ് സിലിണ്ടർ കിട്ടാത്ത ഒരവസ്ഥ വന്നാൽ ഇത് വ്യാപകമായിട്ടുള്ള ഒരു ദുരന്തം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. നിലമ്പൂരിൽ പുലർച്ചെ മുതൽ യാത്രക്കാർ കൂടുതൽ എത്തുന്ന ടൗണാണ്. രാജറാണിയിൽ വന്നിറങ്ങി വയനാട് നീലഗിരി ഭാഗത്തേക്കും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കും പോകുന്നവർ ഭക്ഷണത്തിനും മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കും ഹോട്ടലുകളെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നത് ഏറെ പേരെയാണ് ബാധിക്കുന്നത്. ഇന്ധന ലഭ്യത കുറഞ്ഞ നിലവിലെ സാഹചര്യത്തിൽ ഹോട്ടലുകളെ അവശ്യ സർവീസിൽ ഉൾപ്പെടുത്തി ഇന്ധനം എത്തിക്കുന്നതിന് അനുമതി നൽകണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രതിസന്ധി ഗാർഹിക മേഖലകളിലേക്ക് കൂടി വ്യാപിക്കുമെന്ന ആശങ്കയുമുണ്ടെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് സ്കറിയ കിനാത്തോപ്പിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് അനസ് യൂണിയൻ, സെക്രട്ടറി ഷാനവാസ്, സിറ്റി പാലസ്, ട്രഷറർ P മോഹനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. SS Gold, Pure Gold. SS Group, Nilambur.